അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് വിഷമങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട്. ചിലപ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു, ചിലപ്പോൾ രോഗങ്ങൾ നമ്മളെ തളർത്തുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന, ഞാൻ എന്നും മുടങ്ങാതെ ചൊല്ലുന്ന 2 മഹത്തായ സ്വലാത്തുകളെ കുറിച്ചാണ്. ആദ്യമായി നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് സംസാരിക്കാം. ഇതിനെ തുറക്കുന്ന സ്വലാത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ആഗ്രഹങ്ങൾ സാധിക്കാനും ഇത് വലിയൊരു കാരണമാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹ് ലിമാ ഖുലിക വൽ ഖാതിമി ലിമാ സബഖ് നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രി വ മിഖ്ദാരിൽ അളീം. They cleanse my soul. Through the storm you hold my hand, a light within the shade. ഇതിൻ്റെ അർത്ഥം കേവലം വാക്കുകളല്ല, അള്ളാഹുവിനോടുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. അടഞ്ഞുപോയ കാര്യങ്ങളെ തുറക്കുന്നവരും സത്യത്തെ സഹായിക്കുന്നവരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹുവേ, നീ അനുഗ്രഹം ചൊരിയണമേ. പ്രയാസങ്ങളുടെ കാലഘട്ടത്തിൽ ഈ സ്വലാത്ത് നിങ്ങളുടെ ദിക്റാക്കുക. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ. ഇനി രണ്ടാമതായി, രോഗാവസ്ഥയിൽ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന സ്വലാത്തു ശിഫ നമുക്ക് നോക്കാം. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതൊരു മരുന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഹിയ വആഫിയത്തിൽ അബ്ദാനി വശിഫാഹിയ വനൂരിൽ അബ്സാരി വലിയാഹിയ വഅലാ ആലിഹി വസഹ്ബി വസല്ലിം. A glimmer of eternity. Allahu nur as-samawati wal-ard. ഇതിൻ്റെ അർത്ഥം എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഹൃദയങ്ങളുടെ മരുന്നും ശരീരങ്ങളുടെ സൗഖ്യവും കാഴ്ചയുടെ പ്രകാശവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. രോഗം മാറ്റുന്നത് അള്ളാഹുവാണ്. മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ സ്വലാത്ത് കൂടെ ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 2 സ്വലാത്തുകളും നിങ്ങൾ പതിവാക്കുക. നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മനസ്സ് ശാന്തമായ നേരത്തോ ഇത് ചൊല്ലുക. ഇത് കേവലം ചൊല്ലി തീർക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രയാസങ്ങൾ അവന് സമർപ്പിക്കാനുള്ളതാണ്. ഈ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനം വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ പരിഹാരവും ശിഫയും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങളും എന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. നാളെ മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.